ഇനി ആർക്കൊക്കെയാണ് ഇംപ്ലാന്റ്സ് സൂട്ട് ആകാത്തത്? അൺകൺട്രോൾഡ് ഡയബറ്റിസ് ഉള്ളവർക്ക്, അതായത് ഈ HbA1c ലെവൽ എപ്പോഴും വളരെ ഹയർ ലെവലിലായിട്ട് ഇരിക്കുന്നവർ. HbA1c എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് ആണ്. അപ്പോൾ അതൊരു ഐഡിയ നമുക്ക് കൊടുക്കും ആ പേഷ്യൻ്റ് കറക്റ്റായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ യൂഷ്വലി 6 to 8 ലെവൽസിലൊക്കെ നമുക്ക് ഒരു ഇംപ്ലാന്റ് പ്രൊസീജിയർ ചെയ്യുന്നതിന് തടസ്സമില്ല. 8ന് മുകളിലോട്ടൊക്കെ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്തതിന് ശേഷമേ ഒരു ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കാവൂ. ഓസ്റ്റിയോപോറോസിസ്, നമ്മുടെ ബോണിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ബോണിൻ്റെ ഡെൻസിറ്റീനെ കുറയ്ക്കുന്ന ഡിസീസസ്. അപ്പം ഇങ്ങനത്തെ പേഷ്യൻസ് എപ്പോഴും ബിസ്ഫോസ്ഫനേറ്റ്സ് അങ്ങനത്തെ മെഡിസിൻസിൻ്റെ പുറത്തായിരിക്കും, ബോണിൻ്റെ കട്ടി കൂട്ടാനായിട്ടുള്ള മെഡിക്കേഷനിലായിരിക്കും. അങ്ങനത്തെ പേഷ്യൻസ് ഒന്നും ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റിന് സൂട്ടബിൾ അല്ല. ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ്, പാർക്കിൻസോണിസം, അങ്ങനെ അവർക്ക് ഡെക്സ്ട്രിറ്റി അഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന, അവരുടെ മാനുവൽ ഡെക്സ്ട്രിറ്റി അഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന പേഷ്യൻസ്, അപ്പം നേരെ ബ്രഷ് ചെയ്യാനൊന്നും കഴിയാത്തവർക്ക് ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് സൂട്ടബിൾ അല്ല. കാരണം ഇംപ്ലാന്റ്സ് വെക്കുന്നത് എല്ലാവർക്കും പറ്റും, പക്ഷേ ഇംപ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും അഴുക്കൊക്കെ എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കാത്തവർക്ക് ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. അവർക്ക് കൂടുതലും ഊരുന്ന ടൈപ്പ് സെറ്റുകളൊക്കെ ആയിരിക്കും കൂടുതലും അഡ്വൈസബിൾ. ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന ഇമ്മ്യൂണോ സപ്രസൻറ്റ് മെഡിസിൻസ്, അതായത് സ്റ്റിറോയിഡ്സ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസ്, ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നവർക്കൊക്കെ ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് ഒരു സൂട്ടബിൾ ഓപ്ഷൻ ആയിരിക്കത്തില്ല. കാരണം അവരെപ്പോൾ സ്റ്റിറോയിഡ്സ് എടുക്കുന്നതുകൊണ്ട് അവരുടെ ഹീലിംഗ് ഒക്കെ എഫക്റ്റഡ് ആകും, വൂണ്ട് ഹീലിംഗ് ഒക്കെ എഫക്റ്റഡ് ആകും. അതുകൊണ്ട് അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ഇംപ്ലാന്റ്സ് സജസ്റ്റ് ചെയ്യാറില്ല. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, ആക്റ്റീവായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്, റേഡിയേഷനൊക്കെ എടുക്കുന്ന പേഷ്യൻസ് ഏരിയയിലുള്ള രക്തോട്ടമൊക്കെ കുറവായിരിക്കും. ഇംപ്ലാന്റിന് വേണ്ടിയിട്ടൊരു കീ ഹോളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഹീലാവാനും ആ ഇംപ്ലാന്റും എല്ലും തമ്മിൽ ചേരാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരിക്കും ഇങ്ങനത്തെ പേഷ്യൻസിൽ. ക്രോണിക് സ്മോക്കേഴ്സ്, സിഗരറ്റ് വലി ഒരു കോൺട്രാ ഇൻഡിക്കേഷനാണ്. ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സ്മോക്കേഴ്സിൽ.